ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ടോഡി വർക്കേഴ്സ് യൂണിയൻ CITU ചാവക്കാട് റേഞ്ച് സമ്മേളനം സമാപിച്ചു. ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് CK വിജയൻ അധ്യക്ഷത വഹിച്ചു. റേഞ്ച് സെക്രട്ടറി AS മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. NK അക്ബർ MLA, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, CPM മണലൂർ ഏരിയ സെക്രട്ടറി PM രമേശൻ, വാടനപ്പള്ളി റേഞ്ച് യൂണിയൻ ഭാരവാഹി ജ്യോതിലാൽ വാടനപ്പള്ളി എന്നിവർ സംസാരിച്ചു. റേഞ്ച് ജോയിന്റ് സെക്രട്ടറി KS പ്രമോദ് സ്വാഗതവും SK സുനിൽ നന്ദിയും പറഞ്ഞു. പ്രസിഡന്റായി CK വിജയനെയും സെക്രട്ടറിയായി AS മനോജിനെയും ട്രഷററായി SK സുനിലിനെയും തെരഞ്ഞെടുത്തു. ടോഡി ബോർഡിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും സുഗമമായ പ്രവർത്തനത്തിനും വേണ്ട ധനസഹായവും ഉദ്യോഗസ്ഥരെയും അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പിന്നെ നമ്മുടെ നാട്ടിലെ നിരൂപകന്മാര് എന്ന് പറയുന്ന വ്യാഖ്യാനിക്കുന്നവരാണ്, അവരുടെയും പിന്തുണയുണ്ട്. അവിടെ സമരം പാടില്ല, സമരമാണ് എല്ലാ കുഴപ്പങ്ങളും കാരണം. ആരും അനാവശ്യമായ സമരം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നു. സമരത്തിന് വേണ്ടി സമരം ആർക്കും താല്പര്യം, ഒരു താല്പര്യം ഉണ്ടാവാൻ കഴിയും. പക്ഷെ സമരം എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് നടക്കാണ്ടാവുമ്പോൾ അവസാനമാണ് സമരം. ഒരു പഠിച്ചവന്മാരും സമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടും. പക്ഷെ അങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ ആ സമരം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് നാട്ടിലാണ് വലിയ തോതിൽ. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.